സർ, ചെങ്കടലിൽ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് 507 കോടി രൂപ വിലയുള്ള ഒരു യുദ്ധവിമാനം കടലിലേക്ക് വീണു എന്നൊരു വാർത്ത വന്നു. അമേരിക്ക പറഞ്ഞത് അബദ്ധത്തിൽ വീണു എന്നാണ്. ശരിക്കും ഒരു അബദ്ധത്തിൽ വീണതാണോ, ഇനി വല്ല ആക്രമണമാണോ? അതിനെപ്പറ്റി സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിമാനം ചെങ്കടലിലേക്ക് പോകുന്നത്. അപ്പോൾ മിസൈൽ അയക്കുമ്പോൾ മിസൈൽ കൊള്ളാതിരിക്കാൻ വേണ്ടി ഈ വിമാനവാഹിനി തിരിയാറുണ്ട്. അങ്ങനെ തിരിഞ്ഞപ്പോൾ ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ വിമാനവാഹിനിയിൽ നിന്നുള്ള ഈ വിമാനം ചെങ്കടലിലേക്ക് പോയത് എന്നാണ് അമേരിക്ക വിശദീകരിക്കുന്നത്. ഈ മിസൈൽ ഹൂത്തികളുടെ മിസൈൽ കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് മുങ്ങിയതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. $60 മില്യൺ ആണ് ഈ വിമാനത്തിന് വില വരുന്നത്. അത് നമ്മുടെ കറൻസിയിലേക്ക് മാറ്റുമ്പോൾ 507 കോടി രൂപ വരും. അമേരിക്കൻ നേവിയുടെ ഈ F-1A സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനമാണ് ഈ വീണിരിക്കുന്നത്. F-1A സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനം USS ഹാരി ട്രൂമാനിൽ നിന്ന് ആണ് വെള്ളത്തിലേക്ക് വീണുന്നത്. വിമാനത്തിൻ്റെ അകത്തിത് ടോ ചെയ്യുമ്പോഴാണ് വിമാനം വീണതെന്നാണ് പറയുന്നത്. ടോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിമാനത്തിനെ ഹാങ്ങറിലേക്ക്, വിമാനങ്ങൾ കൊണ്ടുപോയി നിർത്തുന്ന സ്ഥലമാണ് ഈ ഹാങ്ങർ. അപ്പോൾ വിമാനവാഹിനിയിൽ വിമാനം നിൽക്കുന്ന ഹാങ്ങറിലേക്ക് അതിനെ നയിച്ചു കൊണ്ടുപോകുമ്പോൾ, അതാണ് ടോ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഒരു മിസൈൽ ആക്രമണം നടന്നത്. അപ്പോൾ കപ്പൽ തിരിഞ്ഞു. അങ്ങനെ ഇത് ഡെക്കിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം കൊള്ളാതിരിക്കാൻ വേണ്ടി വളഞ്ഞു അപ്പോൾ സംഭവിച്ചതാണെന്ന്. പക്ഷേ ഹൂത്തികൾ പറയുന്നുണ്ട്, ഞങ്ങൾ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഈ വിമാനവാഹിനിക്കെതിരെ നടത്തുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു മിസൈൽ വന്ന് കൊണ്ട് വിമാനം തകർന്നതാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നാവികന് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ പൈലറ്റിനൊന്നും, ഈ നാവികൻ എന്ന് പറയുന്നത് ഈ പൈലറ്റിനെ തന്നെയാണ്. കാരണം വിമാനവാഹിനിയിലുള്ളവരെല്ലാവരും നാവികന്മാരാണല്ലോ. അപ്പോൾ ഇതിൽ പൈലറ്റ് ചെയ്തിരുന്ന ആൾക്ക് പരിക്കുണ്ട്. ജെറ്റിൻ്റെ ഈ പരിക്ക് പറ്റിയ നാവികൻ ഈ പോർവിമാനത്തിൻ്റെ കോക്പിറ്റിൽ ആയിരുന്നു ആ സമയത്ത്. കാരണം വിമാനം ടോ ചെയ്യുമ്പോഴും പൈലറ്റ് വിമാനത്തിൽ ഉണ്ടാവുമല്ലോ. ഹാങ്ങർ ബേയിലേക്ക് ജെറ്റ് നീക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് പൈലറ്റ് ഉണ്ടാവും. അപ്പോൾ വീഴും മുമ്പ് ഈ നാവികൻ പൈലറ്റ് കടലിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്. അങ്ങനെ ചാടിയപ്പോഴുണ്ടായ പരിക്കാണ് എന്നാണ്. അപ്പോൾ വിമാനം മാത്രമല്ല, ഈ ടോ ചെയ്തുകൊണ്ടിരുന്ന ട്രാക്ടറും ഈ വെള്ളത്തിലേക്ക് പോയി എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. 1,00,000 ടൺ ഭാരമുള്ളതാണ് ഈ വിമാനവാഹിനി കപ്പൽ. 1100 അടി നീളം ഉണ്ട് ഈ വിമാനവാഹിനിക്ക്. 2 ആണവ റിയാക്ടർ കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഊർജം 34 മൈൽ പെർ അവർ, മണിക്കൂറിൽ 34 മൈൽ ആണ് അതിൻ്റെ സഞ്ചാരം. ഈ എങ്ങനെയാണ് ഈ വിമാനവാഹിനി തിരിഞ്ഞത്, ടേൺ ചെയ്തതെന്ന് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമല്ല. അപ്പോൾ ഈ മാധ്യമങ്ങൾ കാൾ ഷുസ്റ്റർ എന്ന് പറഞ്ഞ് പഴയ അമേരിക്കൻ നേവി ക്യാപ്റ്റനെ സമീപിച്ചിരുന്നു. അപ്പോൾ നേവി ക്യാപ്റ്റൻ വിശദീകരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കപ്പൽ സിക്സാക് തന്ത്രം ഉപയോഗിച്ചിരിക്കാം. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. സിക്സാക്, ഈ കള്ളുടിയന്മാർ പോകുന്നത് പോലെ എന്ന് പറയാം. സിക്സാക് തന്ത്രം ഉപയോഗിച്ചിരിക്കാം. 30-40 ഡിഗ്രി അങ്ങനെ വളഞ്ഞിരിക്കാം. അങ്ങനെയാണ് കപ്പലിന് വളയാൻ പറ്റുക. വിമാനവാഹിനിക്ക് ഓരോ തവണ വളയാനും 30 സെക്കൻഡ് എടുക്കും. അപ്പോൾ സിക്സാക് കാർ ഓടിക്കും പോലെയാണ് ഇത്. വളയുമ്പോൾ
10-15 ഡിഗ്രി ചെരിയും കപ്പൽ. ചെരിയുമ്പോഴാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന വിമാനം വീഴുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. 10-15 ഡിഗ്രി ചെരിയും. 100-200 വാര ഇത് മൂവ് ചെയ്യും, നീങ്ങും. പരമാവധി വേഗത്തിൽ ചെയ്യുമ്പോഴാണ് ഈ ഡിഗ്രിയും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. പരമാവധി വേഗത്തിലാണ് കപ്പൽ എന്ന സങ്കല്പത്തിലാണ് പറയുന്നത്. നിരന്തരം ഈ വിമാനവാഹിനിക്കെതിരെ ഹൂത്തികളുടെ ആക്രമണം നടക്കുന്നുണ്ട്. കാരണം ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള വിമാനങ്ങളാണ് യമനിലുള്ള പല തുറമുഖങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റ് എണ്ണ കേന്ദ്രങ്ങളും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിമാനവാഹിനിയെ മുക്കുക എന്നുള്ളത് ഹൂത്തികളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇതിനെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, മിസൈലൊക്കെ ഇറാനിൽ നിന്ന് കിട്ടുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫെബ്രുവരിയിലും ഒരാക്രമണം നടന്നിരുന്നു ഈ വിമാനവാഹിനിക്കെതിരെ. അപ്പോൾ ഈ ഈജിപ്ത് തീരത്തിൻ്റെ അടുത്ത് ഫെബ്രുവരിയിൽ ഒരു കച്ചവട കപ്പലിൽ പോയി ഇത് മുട്ടുകയും ചെയ്തിരുന്നു. വേറൊരു കച്ചവട കപ്പലിൽ വിമാനവാഹിനി പോയി മുട്ടുകയും ചെയ്തിരുന്നു. മറ്റൊരു F-18 വിമാനത്തിനെ ഈ USS ഗെറ്റിസ്ബർഗ് എന്ന വിമാനം ചെങ്കടലിൽ വെടിവെച്ചിട്ടു. അതായത് ഒരു അമേരിക്കൻ വിമാനത്തിനെ F-18 ഇതിൽ നിന്നുള്ള വിമാനവാഹിനിയിൽ നിന്നുള്ള ഒരു വിമാനത്തിനെ USS ഗെറ്റിസ്ബർഗ് എന്ന് പറഞ്ഞ യുദ്ധക്കപ്പൽ അറിയാതെ അബദ്ധത്തിൽ വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധവിമാനം അമേരിക്കയുടെ യുദ്ധക്കപ്പൽ തന്നെ വെടിവെച്ചിടുന്ന സംഭവം ഉണ്ടായി. അതും ഡിസംബറിൽ ചെങ്കടലിൽ തന്നെയാണ് അതുണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ അപകടമാണ് വിമാനത്തിനുണ്ടാകുന്നത്. 2 പൈലറ്റുമാരും അന്ന് രക്ഷപ്പെട്ടിരുന്നു ആ വിമാനത്തിൽ നിന്ന്. മറ്റ് കപ്പലുകളെയും ഹൂത്തികൾ ആക്രമിക്കുന്നുണ്ട്, ഈ വിമാനവാഹിനിയെ മാത്രമല്ല. ഈ കഴിഞ്ഞ കൊല്ലം ആദ്യം ചെങ്കടലിൽ ഒരു ഡിസ്ട്രോയർ യുദ്ധക്കപ്പലിന് അതിൻ്റെ ഫലാങ്സ് സംവിധാനം ഉപയോഗിക്കേണ്ടി വന്നു. ഈ ഹൂത്തി മിസൈലുകളെ തടയാൻ വേണ്ടി ക്രൂസ് മിസൈൽ ആണ് അയച്ചത് ഹൂത്തികൾ. 1 മൈൽ അകലെ വരെ ഈ മിസൈൽ എത്തിയിരുന്നു. 1 മൈൽ അകലെ വെച്ചാണ് അതിനെ തകർത്ത് കളയുന്നത് ഈ ഫലാങ്സ് സംവിധാനം ഉപയോഗിച്ചിട്ട്. അപ്പോൾ എണ്ണ തുറമുഖങ്ങളിൽ ആക്രമണം നടക്കുന്നുണ്ട്. ഹൊദൈദ തുറമുഖത്ത് ആക്രമണം നടന്നിരുന്നു. തലസ്ഥാനമായ സനയിൽ ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള വ്യോമാക്രമണം നടന്നിരുന്നു. പിന്നെ ഹൂത്തികൾ പറയുന്നത് ആഫ്രിക്കൻ അഭയാർത്ഥികൾ കഴിയുന്ന യമനിലെ ഒരു ജയിലിലും ഈ വിമാനവാഹിനിയിൽ നിന്നുള്ള വിമാനങ്ങൾ ആക്രമണം നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 7 ഈ അമേരിക്കയുടെ 7 MQ-9 ഡ്രോണുകൾ ഈ മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ഹൂത്തികളുടെ ആക്രമണത്തിൽ 7 ഡ്രോണുകളും തകർന്നിട്ടുണ്ട്. ആ ഡ്രോണുകളും വലിയ വിലയുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഇതുപോലെയൊക്കെ വിലയുള്ള ഡ്രോണുകളാണ്. അല്ലാതെ നമ്മൾ ഈ വിവാഹ സ്ഥലത്ത് കാണുന്ന ഡ്രോണുകളൊന്നും അല്ല. ശരിക്കൊരു വിമാനത്തിൻ്റെ അത്രയുള്ള സൗകര്യങ്ങളുള്ള, ആളില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 300-356 കോടിയൊക്കെ വരുന്ന ഡ്രോണുകളൊക്കെയാണ്. നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ്. മിസൈലുകളൊക്കെ വഹിക്കുന്ന ഡ്രോണുകളാണ് ഈ 7 എണ്ണം പോയത്. സാർ, ഇപ്പോൾ ഈ ആണവവാഹിനിയാണ് ഈ കപ്പൽ, ഈ ആണവ ഊർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. റിയാക്ടറുകളാണ് അതിലുള്ളത്. അപ്പോൾ ഈ കപ്പൽ തകർത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലേ? അതായത് ഈ ഹൂതികൾ ഇതിനെ ആക്രമിക്കുകയും ഇത് തകരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം ഉണ്ടാക്കില്ലേ? വലിയ നഷ്ടം ഉണ്ടാവും. ഇതൊക്കെ കടലിലൊക്കെ പടരുകയും ഒക്കെ ചെയ്യും. അതിലുപയോഗിച്ചിരിക്കുന്ന എന്താണോ റിയാക്ടറിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് തകർക്കുക എന്നുള്ള ഹൂത്തികളുടെ വലിയ ലക്ഷ്യമാണ്. തകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ. വേറൊരു വിമാനവാഹിനിയും കൂടി ഇപ്പോൾ ചെങ്കടലിലേക്ക് യാത്രയിലാണ് അമേരിക്കയുടെ. ഈ ഹൂത്തികളെ നശിപ്പിച്ച് അടങ്ങും എന്ന് ട്രംപ് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ട്രംപ്
ഇപ്പോൾ അധികാരമേറ്റതിൽ പിന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ ഹൂത്തികളെ നശിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ജനുവരി മുതലാണ് ഇത് നടക്കുന്നത്. പക്ഷേ എത്ര കണ്ടത് ഈ ആശാസ്യമാകും ഈ ആക്രമണം എത്രത്തോളം ഫലം കാണുമെന്നുള്ളതാണ്. കാരണം ഇതേ രീതിയിലായിരുന്നു ഇറാനിലേക്കും അമേരിക്ക കടന്നു ചെന്ന് ആക്രമണം നടത്തുന്നത്. അവിടെയും പൂർണ്ണമായിട്ടുള്ള ഒരു നേട്ടവും അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇന്ധന ലാഭം ഉണ്ടായി, ഇന്ധനം അവിടെ നിന്ന് ഒരുപാട് കൊള്ളയടിക്കാൻ കഴിഞ്ഞു, അവർക്ക് ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടായി. പക്ഷേ യമനിൽ എന്ത് ലാഭം ഉണ്ടാകും അമേരിക്കയ്ക്ക് വിജയം കൈവരിച്ചാൽ? യമനിലെ ലാഭം എന്താണെന്ന് വെച്ചാൽ, യമനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹൂത്തികൾ ഇറാൻ ഉപയോഗിക്കുകയാണല്ലോ. ഇറാൻ സൗദി വിരുദ്ധ, കാരണം ഇറാൻ ഷിയ രാജ്യമാണ്, സൗദി സുന്നി രാജ്യമാണ്. ഷിയ സുന്നി യുദ്ധം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ആദ്യകാലം മുതലേ ഉള്ളതാണ്. കാരണം നബിയുടെ തന്നെ വംശത്തിൽപ്പെട്ട അലിയിൽ നിന്നാണ് ഈ ഫാത്തിമകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 4 ഖലീഫമാരും ഒക്കെ കൊല്ലപ്പെട്ടതാണ്. ഇതൊക്കെ ഉന്മൂലനത്തിൻ്റെ ചരിത്രവും ചോര വാർന്ന ചോര കട്ട പിടിച്ച് കിടക്കുന്ന ചരിത്രവുമാണ് ഇസ്ലാമിൻ്റേത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പം അമേരിക്ക രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ സൗദിക്കെതിരെ ഹൂത്തികൾ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ഈ എണ്ണ കേന്ദ്രങ്ങൾ, പൈപ്പ് ലൈനുകൾ, ആരാംകോ ഇല്ലേ, എണ്ണ കമ്പനി, ആരാംകോയ്ക്ക് എതിരെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇറാഖിൽ, ജോർദാനിലൊക്കെ അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്. ഇവരിൽ നിന്നൊക്കെ, ഭീകരരിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഈ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കൻ സംരക്ഷണം ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് അത് ഇറാഖിൻ്റെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ, കുവൈറ്റ് അധിനിവേശമൊക്കെ നടന്നു. അതിനെ തുടർന്നാണ് ഈ ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ താവളങ്ങളുമൊക്കെ വരുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കൊക്കെ ഒരു സംരക്ഷണ കവചം ഹൂത്തികളിൽ നിന്ന് ഒരുക്കുക എന്നുള്ളതാണ് അമേരിക്ക ചെയ്യുന്നത്. അപ്പോൾ ഹൂത്തികളെ ശരിപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ഈ സുന്നി രാജ്യങ്ങൾക്കൊക്കെ നിലനിന്ന് പോകാം. അവർക്കൊന്നും വലിയ സേനകളൊന്നുമില്ലല്ലോ അമേരിക്കയൊക്കെ പോലെ. യുദ്ധം ചെയ്യാവുന്ന സേനകളൊന്നും ഈ ഗൾഫ് രാജ്യങ്ങൾക്കില്ല. സേനയൊക്കെ ആയി വരുന്നതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇറാഖിലെ താവളങ്ങളിൽ നിന്ന്, ഖത്തറിലെ താവളങ്ങളിൽ നിന്നോ ഒക്കെ അവർക്കും സംരക്ഷണം ആവശ്യമുണ്ട്. കാരണം സുന്നി രാജ്യങ്ങൾക്ക് എപ്പോഴും ഇറാൻ ഒരു ഭീഷണിയാണ്. ഇറാൻ്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ ഹൂത്തികൾ. യമനിൽ തന്നെ 2 ഭരണകൂടങ്ങൾ 2 സ്ഥലത്തായിട്ടുണ്ട്. കുറേ ഏരിയ ഹൂത്തികളുടെ കയ്യിലാണ്, അല്ലാതെ സന വേറെ ഇവരുടെ പിടിച്ചടക്കിയ ഭരണത്തിലും അല്ലാതെ വേറൊരു ഭരണത്തിലുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഹൂത്തികൾക്ക് ഈ വിമാനവാഹിനി ഒരു ലക്ഷ്യമാണ്. അത് ഇറാൻ്റെയും ലക്ഷ്യമാണ്. കാരണം അമേരിക്കയുടെ ഉപരോധത്തിൽ പെട്ടുവലിയാണ് ഇറാൻ. അപ്പോൾ ഇറാൻ്റെ ആക്രമണമാണ് ഹൂത്തികളുടെ ആക്രമണം ആയി നമ്മൾ പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.